ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കിവിടെ പരമസുഖം. ഞാനൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു അടിപൊളി സംഭവമായിട്ട് വന്നിരിക്കുകയാണ്. എനിക്കറിയാം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് മിസ് ചെയ്തു. ഡോണ്ട് വറി, നിങ്ങൾക്ക് വേണ്ടി ഐ എം ബാക്ക് അഗെയിൻ വിത്ത് എ ക്യൂട്ട് അഡ്വെഞ്ചർ. ടൊറൻറ്റോയിലുള്ള ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സമ്മർ ആക്ടിവിറ്റി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഹോപ്പ് യു എൻജോയ്. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ട്രീ ടോപ്പ് ട്രെക്കിങ്ങിലാണ്. പറയാൻ തന്നെ ഭയങ്കര പാട്, ചെയ്യാൻ അതിലും പാടാണ്. സോ നമ്മൾ ഹാർനസും ഹെൽമെറ്റും ഒക്കെ ഇട്ടിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇൻസ്ട്രക്ടർ വന്നത്. ഇൻസ്ട്രക്ടറൊക്കെ വന്ന് നമുക്കൊരു ഓറിയൻറ്റേഷനൊക്കെ തന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സംഗതി എന്തോന്ന് പിടികിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കളത്തിലോട്ടങ്ങ് ഇറങ്ങി. ആദ്യമൊക്കെ കുറച്ച് പാടാണെങ്കിലും പിന്നെ നമുക്കൊരു ഗ്രിപ്പ് കിട്ടി കഴിയുമ്പം കുറച്ചും കൂടി ഈസിയർ ആവും. ആൻഡ് ഇത് ഓരോ ലെവലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഫ്രം ലെവൽ 1 to level 6. സോ ലെവൽ 1 കുറച്ച് ഈസിയാണ്. തുടക്കം ഒരു പ്രശ്നം വന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പോകെ കുറച്ച് ഡിഫിക്കൽട്ടി ലെവൽ കൂടിക്കൊണ്ടേയിരിക്കും, കുറയത്തില്ല. ഇതാണ് നമ്മുടെ ലെവൽ ബോർഡ്സ്. അത് ലെവൽ 3 ആയിരുന്നു. ആൻഡ് ദിസ് ഇസ് ലെവൽ 2. സോ അങ്ങനെ 6 ലെവൽസ് ഉണ്ട്. നമുക്ക് 4 വരെ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾക്ക് സമയം കുറവായിരുന്നുകൊണ്ട് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇത് 5 മണി വരെ ഓപ്പൺ ആയിട്ടുള്ളൂ. എല്ലാം ടാസ്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എനിക്കൊരു ടെൻഷനായിരിക്കും. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പം എൻ്റെ മുഖത്ത് വരുന്ന സന്തോഷം, ആഹാ, അത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങളൊരു സിപ്പ് ലൈനിൽ കയറി. സിപ്പ് ലൈനിൽ എൻ്റെ ഹസ്ബൻഡ് കട്ട മോട്ടിവേഷൻ ആയതുകൊണ്ട് ആ ധൈര്യത്തോടെ ഞാനങ്ങ് ചാടി. അങ്ങനെ നമ്മൾ 4ാമത്തെ ലെവലിൽ പോയപ്പോൾ ഇതാണ് ഒരു ഏറ്റവും ഡിഫിക്കൾട്ട് ടാസ്ക് എന്ന് പറഞ്ഞത്. എനിക്ക് ഏറ്റവും ഡിഫിക്കൾട്ടായിട്ട് തോന്നിയത് ഈ ഫുൾ ആക്ടിവിറ്റിയിൽ ഈ ഒരു ടാസ്ക്കാണ്. എനിക്കിങ്ങനെ ഹാങ്കിങ് ബ്രിക്സിൻ്റെ പുറത്ത് സ്റ്റണ്ട് ചെയ്തതാണ് ഏറ്റവും കൂടുതൽ ഡിഫിക്കൾട്ടായിട്ട് തോന്നിയത്. ആൻഡ് ദാറ്റ് ടുക്ക് മീ വെരി ലോങ്. അതെനിക്ക് കുറച്ച് സമയമെടുത്താണ് ഞാൻ ചെയ്തത്. സോ അതിനുവേണ്ടി പുറകെയുള്ള ആൾക്കാരൊക്കെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ എൻ്റെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ആൻഡ് ദേ വർ സോ അണ്ടർസ്റ്റാൻഡിങ്. പാവം അവരെന്നോട് പറഞ്ഞു, യു ടേക്ക് യുവർ ടൈം എന്ന് പറഞ്ഞിട്ട്. ദിസ് ഇസ് ഹാർഡസ്റ്റ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഹാർഡായിട്ട് തോന്നിയത് ഈ ഒരു ടാസ്ക്കാണ്. ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ചാടൂ, അങ്ങനെ ചാടൂ എന്ന് പറഞ്ഞു. ലാസ്റ്റിൽ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഞാനതങ്ങ് കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. സോ ദിസ് ഇസ് മൈ ഫോട്ടോസ് from the small adventure trip. So see you guys in the next vlog. Bye bye.